എന്തിനും സുസജ്ജമാണ് ഞങ്ങൾ. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും, എനിവെയർ എനി ടൈം എനി ഹൗ എന്നാണ് ഇന്ത്യൻ നേവി എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. 5 പടക്കപ്പലുകളുടെ ചിത്രമുണ്ട്. കൃത്യമായ മെസ്സേജ് അല്ലേ പാകിസ്ഥാനുള്ളത്? തീർച്ചയായിട്ടും. നമ്മളിപ്പം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈ പറഞ്ഞതുപോലെ നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും കരസേനയാണെങ്കിലും. ഇപ്പോൾ കരസേനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൾറെഡി തന്നെ നമുക്ക് ഈ വെടിനിർത്തൽ കരാർ ഇപ്പം പ്രാബല്യത്തിൽ ഇല്ലാണ്ടായി. പൂഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ്പുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു യുദ്ധാന്തരീക്ഷം തന്നെ, യുദ്ധത്തിന് തയ്യാറായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ഈ 3 സേനകളും എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ഇതിപ്പം ബാലക്കോട്ടുണ്ടായ ആക്രമണത്തിൻ്റെ ആ ഒരു അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇന്ത്യ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്താണ് പാകിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പം ഡിപ്ലോമാറ്റിക്കലി വലിയൊരു പരാജയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്കിപ്പം ഉദാഹരണത്തിന് ഈ ഇന്ത്യക്കെതിരെ ഉള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടോ അങ്ങനെയൊന്നും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനോ പ്രീതി പിടിച്ചു പറ്റാനോ അല്ല അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്, ഞങ്ങൾ യുദ്ധം ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, യുദ്ധത്തിലാണ്, യുദ്ധത്തിന് എപ്പോൾ വേണമെങ്കിലും സന്നദ്ധമാണ്. അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുന്നുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ ഒരു മീഡിയേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന തന്ത്രം. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിനിടയ്ക്ക് ഇപ്പോൾ ഇന്ത്യ നേടിയിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് സക്സസ് ഉണ്ട്, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മേജർ ശക്തികൾ, ഇപ്പോൾ ട്രംപ് ആണെങ്കിലും അതേപോലെ തന്നെ മറ്റ് വിദേശ രാഷ്ട്രങ്ങളുമൊക്കെ തന്നെ പരസ്യമായിട്ട് ഇന്ത്യക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ചീഫായിട്ടുള്ള തുളസി ഗുബാർ പറഞ്ഞേക്കുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാൻ അകത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള ഏത് നടപടിയും ഇന്ത്യക്ക് സ്വീകരിക്കാനുള്ള അവസ്ഥയുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് പാകിസ്ഥാൻ ഈ ഒരു തന്ത്രം ഇറക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പോയിക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. മിക്കവാറും അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ഉള്ള സാധ്യത കുറവാണ് കാണുന്നത്. അതേ സമയത്ത് ഈ ബാലക്കോട്ടിൻ്റെ ഒരു എത്രയോ മടങ്ങ്, അത് എത്ര മടങ്ങാണെന്നോ ഏത് രീതിയിലാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല, ആ രീതിയിലൊരു അതിശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാനും ഉറപ്പുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇന്ത്യൻ ജനതയും അത് അക്കാര്യത്തിൽ സംശയമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ഈ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘർഷാവസ്ഥ അതിൻ്റെ മൂർധന്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ ഉയർത്തി കാണിച്ചിട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ, ഞങ്ങളെ അടിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ എന്നുള്ളൊരു ഭീഷണിയാണ് അവർ ഉന്നയിക്കുന്ന സാധനം. ഈ ന്യൂക്ലിയർ ഭീഷണിക്ക് മുമ്പുണ്ട് ഈ ഖ്വാജ ആസിഫ്, അതായത് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് 30 വർഷമായിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകി, അവർക്ക് പരിശീലനം നൽകി, അവർക്ക് അഭയം നൽകി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത വലിയ തെറ്റാണ്. അപ്പോൾ റഷ്യയ്ക്ക് വേണ്ടി, US വേണ്ടി, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു. അപ്പോൾ പല രഹസ്യങ്ങളും പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൂടുതൽ രഹസ്യങ്ങൾ ഇനി പുറത്തേക്ക് വന്നാൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് അവർ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനത്തിൻ്റെ അല്ലെ ഈ ഒരു ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഡിഫൻസ് മിനിസ്റ്റർ ഈ കാര്യങ്ങൾ പറയുകയും ഇന്ത്യൻ സേന സുസജ്ജമാണ്, റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ നമ്മൾ വിന്യസിച്ച് തുടങ്ങി എന്നതിൻ്റെ വാർത്തകളും പുറത്തേക്ക് വരുന്നത്. എല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഒരു ഫുൾ യുദ്ധം എന്നുള്ള രീതിയിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക. അപ്പോൾ അവിടെയാണ് ഒരു വലിയ വിഷയം വരുന്നത്. ഉദാഹരണത്തിന് ഈ ഖ്വാജ ആസിഫിൻ്റെ ഒരു വെളിപ്പെടുത്തൽ സ്കൈ ന്യൂസിൻ്റെ അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകയായിട്ടാണ്. അപ്പോൾ ഇത് ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ ഇയാളുടെ അബദ്ധം പറ്റിയതാണോ? അതിപ്പോൾ പോലും ലോകമാധ്യമങ്ങളും ലോകത്തുള്ള എല്ലാ നിരീക്ഷകരും വളരെ അത്ഭുതത്തോടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. 30 വർഷമായിട്ട് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓപ്പണായിട്ട് പറയുകയാണ്.
അഥവാ ഇത്രയും ഒരു വൃത്തിയായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പരസ്യമായിട്ടത് സാധാരണ ആൾക്കാരാണ്, വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും സമ്മതിക്കാൻ തയ്യാറാകില്ല. ഇത് ഡിഫൻസ് മിനിസ്റ്ററാണ്. ഇത് ഡിഫൻസ് മിനിസ്റ്റർ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതെ, വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ സത്യവുമാണ്. അത് അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഇപ്പം നമുക്ക് അനുകൂലമായ നിലപാടുകൾ അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്ഥാനം വന്ന് കണ്ടില്ലേ? ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവനയും അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരേപോലെ നിയന്ത്രണം പാലിക്കണം എന്നും പറഞ്ഞുള്ള നിർദ്ദേശമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നിർണായക ഘട്ടത്തിൽ എപ്പോഴും ഈ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അവരുടേതായ താല്പര്യങ്ങളിലേ പോവുള്ളൂ സാധനം. അപ്പോൾ ഇവിടെ ഈ ഖ്വാജ ആസിഫ് നടത്തിയിരിക്കുന്നത് ഒന്നുകിൽ അയാളുടെ വിഡ്ഢിത്തം, അതല്ലെങ്കിൽ അയാൾക്ക് ഒരു മീഡിയ ഒരു ഇൻ്റർവ്യൂവിന് ഇരുന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള അറിവില്ലായ്മ, അതല്ല എങ്കിൽ മറ്റെന്തോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇയാളത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ 3 സാധ്യതകളാണ് മുൻപിലുള്ള സാധനം. പിന്നെ അവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കേൾക്കണം. അവിടെയാണ് വേറൊരു കാര്യം നോക്കേണ്ടത്. പാകിസ്ഥാനിലെ നമ്മുടെ മിലിറ്ററി ചീഫ് ഉണ്ടായിരുന്നല്ലോ, അസിം മുനീർ, മൂപ്പരാണ് പറഞ്ഞേക്കുന്നത് മറ്റേ കാശ്മീർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജഗുലാർ വെയിനാണ്, കഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ നാഡിയാണെന്ന് പറഞ്ഞത് അസിം മുനീറാണ്. മുനീറിൻ്റെ ശബ്ദം കേൾക്കാനില്ല. മുനീറിൻ്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഫ്ലൈറ്റിൽ കയറ്റി UK അയച്ചു. അവിടെയും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ട് പാർപ്പിക്കുകയാണ് കേട്ട സാധനം. അതേപോലെ അവിടുന്ന് വരുന്ന ശബ്ദങ്ങൾ നോക്കുക. ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു പറയുന്നു. അതേസമയത്ത് ഇഷാഖ് ധർ അവിടുത്തെ വിദേശകാര്യമന്ത്രി പറയുന്നു കാശ്മീരിൽ ഈ ഭീകരപ്രവർത്തനം നടത്തിയത് ഭീകരപ്രവർത്തകരല്ല, മറിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ ഷഹബാസ് മറ്റേ പ്രധാനമന്ത്രി ഷെരീഫ് പറയുന്നു ഇത് മറ്റൊരു ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ പാക് വിദേശകാര്യമന്ത്രി നമ്മുടെ ബിലാവൽ ഭൂട്ടോ പറയുന്നു ഇൻഡോ പാക് കരാർ പിന്നെ പിൻവലിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മളുടെ ചോര ഒഴുകുമെന്ന് പറയുന്നു. കശ്മീരിലെ നദികളിലൂടെ ചോര ഒഴുകുമെന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലാക്കണം, 4-5 പേരുടെ പ്രസ്താവനകൾ പുറത്തേക്ക് വന്നു, 5 രീതിയിലുള്ള. അവിടെയാണ് ഇന്ത്യയുടെ ഒരു വലിയ വിജയം വന്നിരിക്കുന്നത്. ഇപ്പം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ തന്നെ എല്ലാ സംഘടനകളും അതിനേക്കാൾ ഏറ്റവും വലിയൊരു ഇന്ത്യയുടെ ഈ ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഭയങ്കര ദുഃഖം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്ന മറ്റൊരു വലിയൊരു പ്രതിഭാസം അതിശക്തമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാനെ ഐഡിയോളജിക്കലായിട്ട്, അതായത് അവർ ഈ കാശ്മീർ വിഷയം ഉയർത്തുന്നതിനെ അന്താരാഷ്ട്ര തലത്തിലും അവരുടെ ഒരു ശ്രമത്തെ പരാജയപ്പെടുത്തുന്ന രീതിയിലുമായിട്ട് ഒരു വലിയ ഉയർച്ച വന്നിരിക്കുന്ന കാശ്മീർ ജനത ഒന്നിച്ച് ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മാത്രം പിറ്റേ ദിവസം ആരും പറയാതെ തന്നെ അന്ന് രാത്രിയിൽ മെഴുകുതിരി കൊളുത്തി പ്രകടനം നടത്തി, പിറ്റേന്ന് കാശ്മീരിൽ ഉടനീളം നടത്തി. ആ പ്രകടനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പരസ്യമായ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഭീകരപ്രവർത്തനത്തിനെതിരെ ഇന്ത്യ നടപടിയെടുക്കണം എന്ന് ഉള്ള ഇതിലേക്ക് വന്നിരിക്കുന്നു. ശരിക്കും അങ്ങനെ പറയുമ്പോൾ ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പ്രാദേശിക സംഘടനയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഇപ്പോൾ അവർ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങളുടെ സൈറ്റ് ആരോ ഹാക്ക് ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളത് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ പ്രോക്സി എന്നാണ് ഇത്രയും നാൾ ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ നമ്മൾ കരുതിയത്. അപ്പോൾ അവരും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ ഭയപ്പെടുന്നു എല്ലാവരും എന്നല്ലേ ഇത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യ ഒന്നിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നടക്കുന്ന ടെലിവിഷൻ ചർച്ചകളിലേക്ക് ഈ ചില പിന്നെ ഫൂട്ടേജസ് ഇവിടെ പ്രചരിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ വളരെ തന്ത്രപരമായിട്ട് പറയുന്നുണ്ട് മോഡിയെ എതിർക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ എതിർക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട്. മമതാ ബാനർജിയുടെ, അരുന്ധതി റോയിയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് പാർട്ടീസിൻ്റെയൊക്കെ പേര് പറഞ്ഞു. ഇതൊക്കെ തന്ത്രങ്ങളാണ്. പക്ഷേ ഇവിടെ എല്ലാ പാർട്ടികളും, എല്ലാ നേതാക്കളും, എല്ലാ വ്യക്തികളും, കാശ്മീർ ജനത ഉൾപ്പെടെ ഒരേ ശബ്ദത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ യുദ്ധഭീഷണി ഉയർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഇന്ത്യയുടെ പട്ടാളത്തിന് നേർക്ക് പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. വിശേഷിച്ചും ഈ ബാലക്കോട്ടിന് ശേഷം. കാര്യം ബാലക്കോട്ടിന് ശേഷം $45 ബില്യൺ നിന്ന് $75 ബില്യൺ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചത്. 82% ഈ 6 കൊല്ലം കൊണ്ടുണ്ടാക്കിയിരുന്ന വർധന. അതേസമയത്ത് പാകിസ്ഥാന് നിലവിലുള്ള അവസ്ഥയ്ക്കുള്ളിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റിയിട്ടില്ല. ഏറ്റവും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിനകത്താണ്. ബലൂചിസ്ഥാൻ ഒരു വിഭജനത്തിൻ്റെ വക്കിലേക്ക് നീക്കുന്നു. അതേപോലെ ഖൈബർ പഖ്ത്വാൻഖായും അതേപോലെ അവസ്ഥ നിൽക്കുന്നു. ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് മിസൈലുകൾ വരുന്നു. അതേപോലെ താലിബാൻ ഇപ്പോൾ അവർക്കെതിരായിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ യുദ്ധത്തിന് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് നിവൃത്തികേട് കൊണ്ട് ന്യൂക്ലിയർ ഉപയോഗിക്കേണ്ടി വരും. ഈ ഭീഷണിയാണ് ഇപ്പം അന്താരാഷ്ട്ര പൊതുസമൂഹത്തിന് മുമ്പിൽ പൊതുവെ ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഉയർത്തുന്നതും. അങ്ങനെ ഉയർത്തുന്ന ഒരു കാര്യം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പണ്ട് എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം അമേരിക്ക ആയിക്കോട്ടെ. ഇപ്പം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഷിംല കരാർ റദ്ദാക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ ഒന്നും സപ്പോർട്ട് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, കശ്മീർ ആക്രമണം ഉണ്ടായപ്പോൾ വ്ളാഡിമിർ പുടിനും ട്രംപും സെലൻസ്കിയും ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. പാകിസ്ഥാനിൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിൽ അതുപോലെ തന്നെ POK മേഖലയിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു. പാകിസ്ഥാനിൽ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ട് പോകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ആരും അവരെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പോൾ ഇന്ത്യയുടെ ഈ വളർച്ച അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിന് അപ്പുറത്തേക്കാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ ഇന്ത്യക്കെതിരെ കശ്മീരിനെതിരെ ഒരു ആക്രമണം നടത്തണം. അങ്ങനെയാകുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ഫീലിൽ ഈ പറയുന്ന ദേശീയ സ്നേഹം കൂടും പാകിസ്ഥാനിൽ എന്നുള്ള രീതിയിൽ ജനങ്ങളെ അടുപ്പിക്കാനുള്ള തന്ത്രവും കൂടെ ആവില്ലേ ഇത്? ഒരുപാട് തന്ത്രങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട്. കാര്യം അവർക്ക് ആഭ്യന്തരമായിട്ടൊരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ആസിം മുനീറിൻ്റെ ആ ഒരു വൈകാരികമായ പ്രസംഗം തന്നെ ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ, പാകിസ്ഥാൻ്റെ പിന്നിൽ പോലും ഇനി ഇതിൻ്റെ മറ്റു പല ശക്തികളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ആളുകളിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടായാലും ഇപ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഏത് രീതിയിലായിരിക്കും പാകിസ്ഥാനിൽ കയറി ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഉള്ള ഏക സസ്പെൻസ് എന്ന് പറയുന്ന സാധനം. എന്തായാലും പടക്കപ്പലുടെ ചിത്രം വെച്ചിട്ട് വലിയൊരു സന്ദേശം യുദ്ധത്തിന് തയ്യാറാണ് ഇന്ത്യ ഏത് തരം യുദ്ധത്തിനും തയ്യാറാണ്. ഇപ്പോൾ പിന്നെ പാകിസ്ഥാൻ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ന്യൂക്ലിയർ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ചിന്ത മനസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കടത്തിവെട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സജ്ജമായ അവസ്ഥ ഇന്ന് ഇന്ത്യക്ക് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും അവർക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്നൊരു ഒരു 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 യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പാകിസ്ഥാന് ഇന്ത്യയുടെ അടി ഏറ്റുവാങ്ങുക എന്ന് മാത്രമുള്ളതായിരിക്കും. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും. നമുക്ക് ഈ ദുരന്തം ഉണ്ടായി എങ്കിൽ പോലും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വേറൊരു തലത്തിലേക്ക് കാശ്മീരിനെ ഇന്ത്യയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ, പ്രായോഗികമായിട്ട് ചേർക്കുന്നതിൽ ഒരു വലിയ നാഴികക്കല്ലായിട്ട് മാറും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാവിയിലുള്ള നടപടികൾക്ക് ഒരു കടിഞ്ഞാണുമായിട്ട് നമ്മുടെ പുതിയ സാഹചര്യങ്ങൾ മാറും എന്നുള്ളതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.